ഇനി കണ്ടിട്ട് കൊതി തീരില്ല കേട്ടാ. എൻ്റെ ഓളിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നണമായിരിക്കും മൈലേജ് ടെസ്റ്റ് ആണെന്ന്. മൈലേജ് ടെസ്റ്റ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കമന്റ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൈലേജ് ടെസ്റ്റ് ചെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം മാത്രം എന്തായാലും നമ്മുടെ വണ്ടിയിൽ ചെയ്യൂല. അതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവർക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ പരിപാടി ഒന്ന് ടാങ്ക് എനിക്കൊന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം കേട്ടോ. ക്രാഷ് കാർഡ് പെയിന്റ് ചെയ്ത് അഖിലേഷോടം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യണം. ടയറിന്റെ ഹഗ്ഗർ അതിൽ വെച്ചിരുന്ന 2 ബോൾട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു ദിവസം നമ്മൾ ഇതെല്ലാം കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു ദിവസം അത് മാത്രമാണ്. അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിൽ കണ്ടാൽ മതി. പിന്നെ ഈ രണ്ടാമത്തെ കുപ്പി എടുത്തുകൊണ്ട് പോകുന്നത് വേറൊരു കാര്യത്തിനാണ് കേട്ടോ. ഇതിനകത്ത് കിടക്കുന്ന, അതായത് ടാങ്കിനകത്ത് കിടക്കുന്ന പെട്രോൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഊറ്റിയെടുക്കണം. അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതിപ്പം അത് നോക്കിയിട്ട് തിരിച്ചൊഴിക്കണ വേണ്ടി ഒന്ന് തീരുമാനിക്കും. തിരിച്ചൊഴിക്കാൻ ചാൻസ് ഇല്ല. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, കമൻസ് കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. ഒരു കാര്യം കൂടെ, എടേ അച്ചു, നീ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന പ്രശ്നം കണ്ടാ നീ? ഞാനത് വീഡിയോയിൽ പറയണോ വേണ്ടത് ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുകയാണ് എന്ന്. പക്ഷേ അത് പറയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ആരും ഈ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാഴ്ച കാണാൻ പറ്റും. നമ്മളെ പോലെ കുറേ പയ്യന്മാർ അവിടെ സമരമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അത് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ലിസ്റ്റിൽ വന്ന് ആ ജോലി അർഹതപ്പെട്ടതാണ്. അത് ഒരുത്തന്റെ അവതാരിയല്ല ഇങ്ങോട്ട് നമുക്ക് തരണമെന്ന് പറഞ്ഞു. നമുക്ക് അർഹതപ്പെട്ട ജോലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരന്മാർ നമ്മുടെ ലൈഫ് തീരുമാനിക്കും പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട്, അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാൻ നോക്ക്. എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്ക്. നിങ്ങൾ ഒരു കാരണവശാലും ഇവന്മാരെ താങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് ഒരു കാരണവശാലും പോകരുത്. എന്തോ എനിക്കത് പറയണമെന്ന് തോന്നി കേട്ടോ. എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി നോക്കാം കേട്ടോ. എൻ്റെ പുന്നെ കൂടെ ഇവിടെ എനിക്ക് വയ്യ. കണ്ടാടാ ഡിസ്കവറിന് ഫോം വാഷൊക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുക്കണണ്ട. ഞാൻ വേറൊരു വീഡിയോ തൊട്ട് കണ്ട. അത് എന്താ പറയണേ, ഏജ് ഒരു കാരണമല്ല. കണ്ട പുള്ളിക്കാരൻ ഫോണകത്ത് വെച്ച്. പുള്ളി ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടെത്ത്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ എടുത്തു പറഞ്ഞത്, ഞാൻ ഈ യൂട്യൂബും കൊണ്ട് നടക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും വഴി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഒന്ന് നമുക്ക് വിഷമമാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടൊക്കെ പോകണം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത കേസാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്കത് നോക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്ക് എന്ത് സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ആ 1-2 ഞാൻ തന്തയ്ക്ക് വിളിച്ച് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ടാങ്കിളാക്കി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കേ. മലയാളി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടണം. ഇല്ല ഇളക്കി തരാം. അങ്ങനെ നമ്മൾ ടാങ്കിലെ പെട്രോള് ഒന്ന് ഊറ്റി, ബാക്കി കുറച്ച് കിടപ്പുണ്ട് കേട്ടോ. അത് അടിച്ച് കളയാൻ വേണ്ടി നോക്കുകയാണ്. ഇനി അത് യൂസ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ റേഷനിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റണോ? അപ്പുറത്ത് കിടക്കണല്ലേ, അതാണ് കണ്ട കറ. നീ മാവന്റെ ഡിസ്കവറാണ് കേട്ടോ നേരത്തെ അവിടെ ഇരുന്ന. ഇനി ഒന്ന് എത്തി. ശരി, അപ്പോൾ എന്തായാലും വണ്ടി എന്ന് വെച്ചാൽ ടാങ്ക് ഒന്ന് ഫുള്ള് ഒന്ന് സെറ്റാക്കിയിട്ട് വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ക്രാഷ് കാർഡ് എടുക്കണം. അമീറിൻ്റെ അവിടെ പോകണം. ഇത്തിരി പരിപാടി. ഓക്കെ, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha é ruim, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha é ruim, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha é ruim, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Como ficar rico se nós tem? Como ficar rico se nós tem pensão demais? Eu vou lá no sapo, me chama de. അങ്ങനെ നമ്മളെ വണ്ടി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടി. പൂർണ്ണമായിട്ടും ഓക്കെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർ ക്ലീൻ ചെയ്ത് റെഡിയാക്കി തന്നെ കേട്ടോ. അപ്പോൾ താക്കോൽ എന്ത് ചെയ്യണം. പിന്നെ നമ്മളിപ്പം ഒന്ന് കാട്ടവിടെ പോകണമെന്ന് വിചാരിച്ചാണ്. ഈ കണ്ടീഷനിൽ പോകുകയാണെങ്കിൽ ഒരു 3000 പെറ്റി കിട്ടും. അതുകൊണ്ട് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകണില്ല. സ്റ്റാർട്ടായി കിട്ടുകൂടെ? ഷേ പണ്ടാറ ലുക്ക് തന്നെ കേട്ടോ. അതോ എനിക്ക് വയ്യ. ഓക്കെ, അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൽ പോകണം, പെട്രോൾ അടിക്കണം കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള പെട്രോളാണ് നമ്മൾ കുപ്പിയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങോട്ട്
ആ മൊബൈലിലേക്ക് പതിയെ വരട്ടെ. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കാർബറേറ്റർ ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടോ. പക്ഷേ അതിപ്പോൾ ചെയ്യില്ല. നാളെ ഒരു റൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റൈഡ് കഴിഞ്ഞ് ടാങ്കിനകത്ത് കുറച്ച് തരികൂടെ കിടപ്പുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ 220 ടാങ്ക് ഉണ്ടെങ്കിൽ പറയണേ. കല്ലോ ആ കല്ലിലിപ്പോൾ കയറി വരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയാക്കി എടുത്തെന്നാൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. എവിടെയെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്ക് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം, കുഴപ്പമില്ലാത്ത റേറ്റിന് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫണ്ടൊന്നും ഇറക്കിയിട്ടുള്ള കളിക്കൊന്നും ഇനി എന്തായാലും നമ്മൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കാശ് ഒന്ന് എടുത്തോളാം കേട്ടോ. ടാങ്ക് തുരുമ്പിച്ചുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അത്യാവശ്യം ഉണ്ടായിരുന്നതെല്ലാം ഗണ്ണിന് ഇളകി പോകുന്നു കേട്ടോ. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അതിൽ തുരുമ്പിൻ്റെ അംശം ഇരിക്കുമ്പോഴേ ആ പെട്രോൾ തന്നെ നിങ്ങൾ കണ്ട ഒരുമാതിരി എന്താ പറയുക കരിവോയിൽ ഇറങ്ങിയതുപോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇളക്കി മാറ്റിയെടുക്കണം. പിന്നെ കാർബറേറ്റർ ഇപ്പം ക്ലീൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ അടുത്ത റൈഡ് ചെറിയൊരു റൈഡ് ഉണ്ട്. ആ റൈഡ് കൂടെ അടിച്ചതിന് ശേഷം കാർബറേറ്റർ ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്ത് അതിന് ശേഷം ബാക്കി പരിപാടി ചെയ്യാമെന്നാണ് ഇപ്പം. പിന്നെ ഇനി എന്തായാലും നേരെ അഖിലേഷേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ പോകണം. ക്രാഷ് കാർഡ് ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം അത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും കൂടെ പറഞ്ഞതാണ്. ഇപ്പം എന്തായാലും വീഡിയോ കാണുന്നത് ഏകദേശം നമ്മൾ ഒരു 24 വയസ്സ് ആ റേഞ്ചിന് വരെയൊക്കെ ഉള്ള പയ്യന്മാരാണ് വീഡിയോ കൂടുതലും കാണുന്നത്. അപ്പോൾ എൻ്റെ ഏജിലുള്ളവർ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ബാക്കി നിങ്ങളുടെ അടുത്ത് അനിയന്മാരുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എന്തെങ്കിലും കൂടെ നോക്കി വരണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. കാര്യം നിങ്ങൾക്ക് ടൈം വെറുതെ പോവും. ലൈഫിൽ സെറ്റിലാവണമെന്ന് തോന്നുന്ന സമയത്തായിരിക്കും എങ്ങും എത്താതെ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് തോന്നുന്ന ആ ഒരു വിഷമവും എല്ലാത്തിൻ്റെ അടുത്തും ഒരു കലിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് നോക്ക്. ഒന്ന് സെറ്റിലാവാൻ മീൻസ് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. അത് ഞാൻ പറയണല്ലോ, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുക. പമ്പിൽ കയറ്റി പെട്രോൾ അടിച്ചിട്ട് പോവാം. ഓക്കെ, ആയി സക്സസ്. നിങ്ങൾ തള്ളു പറ്റുമോ? തള്ളടാ തന്നെ. അങ്ങോട്ട് വയ്ക്കും. ടാങ്കിൽ കിടക്കണമായിരിക്കും. 50 രൂപ പെട്രോൾ തീരാനുള്ള സമയമൊന്നും ആയില്ല. അതെ, യു പ്രൊസീഡ്. അപ്പോൾ പലർക്കും ഡൗട്ട് കാണും, എന്തിനാണ് ബ്രോ ഇതൊക്കെ ചെയ്യണമെന്ന്. പറയാം. ഞാൻ വീഡിയോയിൽ കൂടുതലൊന്നും നിങ്ങളടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നതാണ് കേട്ടോ. കാര്യം ഞാനിങ്ങനെ വീഡിയോയിൽ എല്ലാവർക്കും ഒരു ഇതുണ്ട്, ബ്രോ പറയണത് മാത്രമേ ഉള്ളൂ, ഒന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് വരട്ടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യണതെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്രോൾ അടിക്കട്ടെ. ആദ്യം ഹെൽമെറ്റ് നൂരിക്കണം. അയ്യോ, കയറ്. ഇവിടെ പെട്രോൾ കുറച്ച് മോശമാണ്, എന്നാലും കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. എന്തായാലും ഇത് കംപ്ലീറ്റ് പോകാനുള്ള പെട്രോൾ ചെയ്യട്ടെ. പോകാമെന്ന് വെച്ചാൽ മൊത്തം വേസ്റ്റ് അരിഞ്ഞ് ഇറങ്ങി പോകാനുള്ള പെട്രോളാണ് ഇപ്പോൾ ഒഴിച്ചു വിട്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ക്യാമറ പൊസിഷൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. എനിക്ക് ഇത് ഹെൽമെറ്റ് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പോകാൻ പേടിയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വന്ന് നോക്കണം, എൻ്റെ കൈ വെറുതെ ഇരിക്കില്ല. അത് ഇതിൻ്റെ ഈ മൗണ്ടിലിട്ട് ഇങ്ങനെ തിരിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ക്യാമറ വെച്ചിങ്ങനെ പൊസിഷൻ ചിലപ്പോൾ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇറങ്ങച്ചു. പക്ഷേ ഇവിടെ കാണാൻ ചാൻസ് കുറവാണ്. നേരത്തെ വിളിച്ച് വേറെ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. സാധനം കാണാനില്ലടാ ഇവിടെ. ആ ശരിയാണ്. വാവ്, ഒറ്റയടിയാണ് കേട്ടോ അത്, അല്ലേ? ഒറ്റയടി. എടാ ഇളക്കടാ അച്ചു, കൊണ്ടുപോവാ, എടുത്തുണ്ടോ? ഇനി ഇതിൻ്റെ ബുഷ് കാര്യങ്ങളെല്ലാം അച്ചുവിൻ്റെ വീട്ടിൽ ഇരിക്കാനാണ് കേട്ടോ. അത് ഇവിടെ പറഞ്ഞ ബുഷ് ഇതെല്ലാം അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിനുള്ളിൽ കയറ്റി, ഇതിനുള്ളിൽ വരട്ടെ കുറച്ചുകൂടെ. എടാ മുകളിൽ ഓ ഓ ഓ ഇല്ല പിടി എന്തോന്നടേ ഇത് പുള്ളിപ്പറക്കി ഫിറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഹെഡ്സെറ്റ് കൊണ്ടേ നടക്കുള്ളൂ. പൊളിയല്ലേ? എനിക്ക് വയ്യ. ഓ വേണ്ട കട്ട് ചെയ്ത്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടിയിൽ ഞങ്ങൾ വെച്ച് ആരാ എടുത്തിടാന്ന് കഴിഞ്ഞ വീഡിയോ ഉണ്ടാ? ഇല്ലല്ല. ആ ഭാഗ്യം. ആ മിക്കവാറും നിങ്ങളെന്ന് ഒരു ഏറി പേടി പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് കയറി വന്നത്. ഓ ഒന്ന് കയറി നോക്ക്. അപ്പൊ നമ്മള് പോട്ടാ. പിന്നെ ഒന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട് എഞ്ചിനിലെ കിലുക്കം എന്താണ്, ടൈമിംഗ് ചെയിൻ്റെ ആണോ? അപ്പോൾ കിലുക്കം ടൈമിംഗ് ചെയിൻ്റെ അല്ലേ? ടൈമിംഗ് ചെയിനൊക്കെ നമ്മൾ മാറിയതാണ്. ഓ കയറി അമ്മ. ഓ പുറന്തലയിലാടാ തെണ്ടി. ഈ മൊബൈൽ ഒരു സ്വസ്ഥത തരൂലല്ലോടേ.
കാഴ്ചയുടെ കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന കാഴ്ചയുടെ കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാന്ന കണ്ണടച്ച പിന്നെ എങ്ങനെയാടാ കാണാൻ പറ്റണേ? ഒരു ചളി പറഞ്ഞേടേ ചിരിയടേ. നമുക്ക് ഓരോ സർബത്ത് കുടിക്കാം. നിനക്കൊന്നും വേണ്ടി? കമ്പിയും പടയും കൊണ്ടാടേ പോണേ വെള്ളം കുടിക്കാൻ. ഒരു മര്യാദ കണ്ടേ. ഇറങ്ങിറങ്ങ. ആരാ നിന്റെ? എടാ അത് കീറിയടാ, പെയിന്റ് പോയിടാ. നീ ഇതെവിടെ തട്ടിയേ? സത്യമായിട്ട് ഇളക്കിളക്ക് നോക്കണേ. അവന്റെ ജീവൻ വേഗം സഹിക്കും. ഹെൽമെറ്റ് ഇപ്പൊ അയ്യോ എടാ എന്താ വേണം? ലൈം മതിയാ? അല്ല നീ എവിടെ പോണ? അല്ല നീ എവിടെ പോണ? നീ എവിടെ പോണ അത് പറ. കളി ഉണ്ടായിരുന്ന? എവിടെ വെച്ച്? കഴിഞ്ഞാടാ? ഞാൻ ഇവിടെ വണ്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ വന്ന ഓട്ടർ ഓണി ഉണ്ട് ചേച്ചി. 2 ലൈം കൊള്ളാം കൊള്ളാം കൂടെ. ഒരു ചെറിയൊരു കാര്യം കൂടെ, അടുത്ത പറഞ്ഞ വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി നോക്ക്. ഒരു ചെറിയൊരു കാര്യമുണ്ട്, അത് ഈ വീഡിയോയിൽ ഞാനത് അറിയാതെ പറഞ്ഞതാണ്. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു ക്ലിപ്പ് എടുക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ വെറുതെ പറഞ്ഞതല്ല. എന്തായാലും ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഇത് എന്തായാലും ഇത് ക്രാഷ് കാർഡ് എല്ലാം കൂടെ വണ്ടിയിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ അതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ 1-2 കേസ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്തായാലും ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യില്ല കേട്ടോ. അതെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിത് ഡയറക്റ്റ് പറയണം കേട്ടോ. ഓക്കെ. ഒരു ലാൻസറോടെ കണ്ടോ? ഇനി പിടിച്ചോളാം, എന്നിട്ട് കയറിയിട്ട് പോയി അല്ലെ എൻ്റെ തലയിട്ട് തരുന്നു. പിന്നെ ഈ വീഡിയോ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറയണത്, അത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണുണ്ട്, അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യണുണ്ട്. ഈ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്കറിയാം കേട്ടോ, അതിന് റെസ്പോണ്ട് ചെയ്യണുണ്ടെന്ന്. എനിക്കെന്തോ പറയണം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണുള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ. As a piece of amber, give me a breath like the fire you'll soon remember. Ooh, I'll be on a fleeting till the end I'm singing. Ooh, drowning all of this propaganda. How do you do for all the things that I've said, pushing me closer to the edge? Hand back, John, I let loose. Don't mind if I do. ഫോട്ടോ ഞാൻ പോയിട്ട് ഇറങ്ങാം. നീ നല്ല കഴിച്ചിട്ട് റെഡിയോ? അല്ല കഴി ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യമാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തുകൊണ്ട് പോണത് വീട്ടിലോട്ട്. ഞാൻ വണ്ടി ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾ എന്തായാലും ആ ക്ലിപ്പിൽ കണ്ടത് തന്നെയാണ്. 1-2 സിനിമാറ്റിക് ഷോട്ട്സ് കൂടെ എടുത്തിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. പിന്നെ ബാക്ക് നിങ്ങൾ ആ വിഷ്വൽ കാണണം കേട്ടോ. ഫ്രണ്ട് കാര്യം ഞാൻ ടയർ മാറിയതിന് ശേഷം ബാക്കിലത്തെ ആ ഒരു വിഷ്വൽ അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ വണ്ടി എടുത്തുകൊണ്ടായപ്പോൾ നിങ്ങളെ കണ്ടു കാണുമല്ലോ. വേറെ ലുക്കായുടെ വണ്ടി. എൻ്റെ പൊന്ന്, ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ടേ 1-2 സിനിമാറ്റിക് ഷോട്ട്സ് എടുത്ത് കാണിച്ചു തരാം. വണ്ടിയുടെ കറക്റ്റ് ആ ഒരു ലുക്ക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ എങ്ങനെയുണ്ട് സാധനം? ഹെവി ആയില്ലേ? നിങ്ങളിങ്ങനെ കണ്ട വേറെ വഴിയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേ
നമ്മളെ വണ്ടി ചെയ്തെടുത്തിട്ട് കൊണ്ടുപോകണ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. എന്ത് കിട്ടിയാലും എനിക്ക് എന്നെ സംബന്ധിച്ചേട്ടാ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഇത് ഈ ഒരു ബുഷ് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നമായിട്ട്. പക്ഷെ എന്തായാലും സെറ്റാക്കാം നമ്മൾ. പിന്നെ ഇനി കണ്ടിട്ട് കൊതി തീർന്നില്ല ചേട്ടാ. നാട്ടു റോഡിലാണത്. എൻ്റെ ആളിയോ സീന്. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാം.